കോൺഗ്രസ്സിലെ വിവാദങ്ങൾ പുതുമയല്ല. കാരണം പലപ്പോഴും നമ്മൾ പല വിധത്തിലുള്ള വിവാദങ്ങൾ കേട്ടിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. ഇപ്പം പുതിയതായിട്ട് വരുന്നൊരു വിവാദം എന്ന് പറയുന്നത് ശശി തരൂർ തന്നെയാണ്. ശശി തരൂരിൻ്റെ ചില നേരത്തുള്ള സംസാര ശൈലി അത് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള ശശി തരൂർ കോൺഗ്രസിന് ഒരു വിവാദപരമായിട്ടുള്ളൊരു വിഷയം ഇട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയൊരു ലേഖനത്തെ പറ്റിയായിരുന്നു. ആ ലേഖനത്തിന് ശേഷം അദ്ദേഹത്തിനെ വിമർശിച്ചു ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. കാരണം അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നാണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചത്. അതുകൂടാതെ തന്നെ BJPയെയും പുകഴ്ത്തുന്ന രീതിയിൽ അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയെ ആകമാനം സംഘർഷത്തിലാക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലേഖനം എഴുതി തന്നെ. ആ ലേഖനത്തിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശശി തരൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ശരത് ലാൽ കൃപേഷിന്റെ രക്തസാക്ഷി ദിനമായിരുന്നു. ആ രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹം ആദ്യമേ നരാധവന്മാർ എന്നൊക്കെ ഒരു പോസ്റ്റ് എഴുതിയിട്ടെങ്കിലും അത് പിന്നീട് ഡിലീറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒരു ഫോട്ടോ ഇടുകയായിരുന്നു. അതിനുശേഷം KSU അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിക്കുകയുണ്ടായി. അതായത് ശരത് ലാലിനെ കൃപേഷിനെ സംബന്ധിച്ച് നരാധവന്മാർ എന്നും നരാധവന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നത്. അതായത് CPM കൊന്നിട്ടുണ്ടെങ്കിൽ അവർ ആരും നരാധവന്മാർ തന്നെയാണ്, എത്ര വിളിപ്പിച്ചു കഴിഞ്ഞാലും അത് മാറില്ല എന്നാണ് KSU അതിൽ ഒട്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കിയത്. ഈ വിവാദങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ AICCയിലേക്ക് വിളിപ്പിക്കുന്നത്. എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം മെരുങ്ങുമായിരിക്കും? അല്ല, നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് ശേഷം തന്നെ കൂടുതൽ നമ്മുടെ പ്രതിപക്ഷം എടുത്തു കാട്ടിയ ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ പറയുന്ന ബഡ്ജറ്റൊക്കെ പൊള്ളയായ ബഡ്ജറ്റാണ്. ഇത് നടപ്പിലാക്കാനുള്ള യാതൊരുവിധ പണമോ അല്ലെങ്കിൽ ഖജനാവിൽ ഇല്ല എന്ന് അത്രത്തോളം ഒരു വിവാദം ഇങ്ങനെ പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ തന്നെ ഒരു നേതാവ് വന്നിട്ട് കേരളത്തിൽ ഇത്രത്തോളം സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കേരളം ഒരു വ്യവസായ ആണ് എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അപ്പോൾ ഒരു ഭാഗത്ത് ഈ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ തച്ചുടയ്ക്കുന്ന ഒരു പ്രവൃത്തിയായി പോയിരുന്നു ശശി തരൂരിന്റെ. അപ്പൊ അതുകൊണ്ടൊന്ന് ആലോചിക്കണമായിരുന്നു എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ പരാമർശങ്ങൾ എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ശശി തരൂരിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും സംബന്ധിച്ച് അവരെ കമ്പയർ ചെയ്യുമ്പോൾ ശശി തരൂർ എന്ന് പറയുന്നൊരു ഗ്ലോബൽ ഒരു നേതാവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുക്കുകളാണെങ്കിലും ബാക്കിയുള്ള അങ്ങനെയൊക്കെ പറയാം. പുറത്തുനിന്നൊരു നമുക്ക് ഇന്ത്യയിൽ ഒരാളെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിദേശ പൗരന്മാരും ശശി തരൂരിന്റെ പേര് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നേതാവ് ഇത്തരത്തിലൊരു ലേഖനം കൊടുക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ സ്വന്തം പാർട്ടിയെ ഇങ്ങനെ കെണിയിലാക്കുന്ന രീതിയിലേക്കൊക്കെ പരാമർശങ്ങൾ പറയുകയും അതേപോലെ ഈ നരാധവന്മാർ എന്നൊക്കെ ഒരിക്കൽ കുറിച്ചിട്ട് പിന്നീട് അത് മായ്ച്ചു കളയുമ്പോൾ ശശി തരൂരും ഓൾറെഡി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്ര പ്രസക്തമല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാണുന്ന ഒരു രീതിയാണ്. അപ്പോ AICCയിലേക്ക് വിളിച്ചത് ഒരിക്കലും ശശി തരൂരിനെ അത്ര വിമർശിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അധികം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്താനും വലിയ വഴിയൊന്നും ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനകൾ ചിലപ്പോൾ ഇതുകൊണ്ട് നിന്നേക്കാം. പരസ്യപരമായിട്ട് ഇത്തരം മറ്റുള്ള പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് വളരെ നല്ലതാണ്. ഇനി ഇലക്ഷൻ വരാൻ പോവാണ്. ഇലക്ഷൻ 6 മാസം കഴിയുമ്പോഴത്തേക്കും പഞ്ചായത്ത് ഇലക്ഷനാണ്. ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർ ഓൾറെഡി ഇത് ഉപയോഗിക്കും. ഇനി കോൺഗ്രസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കോൺഗ്രസ് എത്ര തവണ പറയുമായിരിക്കും ഇവിടെ സ്റ്റാർട്ടപ്പുകളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും ജോലി സാധ്യതകളില്ല. ഈ ഇടയ്ക്കാണ് മുഖ്യമന്ത്രി നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ മറുപടി കൊടുത്തത്, എത്രമാത്രം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ വന്നു, അല്ലെങ്കിൽ എത്രമാത്രം പദ്ധതികൾ ഇവിടെ വന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ളത് 600 ആയിരുന്നെങ്കിൽ ഇപ്പൊ 1200 പദ്ധതികളൊന്നും കൃത്യമായ മറുപടിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ തന്നെ ഏറ്റവും വലിയൊരു നേതാവ് വന്നിട്ട് ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഇനി ജനങ്ങളിലേക്ക് ഇവര് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആയിട്ട് പോയി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരാണ് വിശ്വസിക്കുക? കാരണം നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ ഒരു ലേഖനം എഴുതി വെച്ചിരിക്കുന്നത്, ഇവരൊക്കെ ഇത്രയും ചെയ്തു. ഒരാളിങ്ങനെ പറയുകയാണ് ഇവരൊക്കെ ഇത്രയും ചെയ്തു എന്ന് പറയുമ്പോൾ അടുത്ത ആൾ വന്നിട്ട് ഇവരൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഏതായിരിക്കും വിശ്വസിക്കുന്നത്? അല്ല, ഈ വിവാദത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹം ആ ലേഖനം എഴുതുന്നു, നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അത് CPMന്റെ നേതാക്കളെ ഏറ്റെടുക്കുന്നു. പുറകെ പല നേതാക്കന്മാരും അത് ഏറ്റെടുത്തുകൊണ്ട് വരുന്നു. അതിനുശേഷം കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം വന്ന് ശശി തരൂരിനെ ചീത്ത പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചത് മഹാമോശതരമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. സുഗതരും അതേ കൂട്ട് വ്യവസായപരമായിട്ട്
അതായത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറികൾ തുടങ്ങി അതിനുശേഷം ആത്മഹത്യയുടെ വക്കീലേക്ക് CPM കൊണ്ടെത്തിച്ചു. ഒരുപാട് ആളുകളുടെ പേരുകൾ നേതാക്കന്മാരെല്ലാം എടുത്തു പറയുന്ന രീതിയിലേക്ക് അവിടെ എത്തിച്ചു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കേരള സംസ്ഥാനമാണെങ്കിലും ഇന്ത്യ രാജ്യമാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്തിനനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശശി തരൂർ പറഞ്ഞതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വ്യവസായങ്ങൾ വരുന്നുണ്ട്. അത് കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റം തന്നെയാണ്. അത് ഈ സമയത്ത് ഈ ഇത്രയും വ്യവസായമല്ല, എക്കോ ഫ്രണ്ട്ലി ആണ് നമ്മൾ പറയുമ്പോഴും നമുക്ക് തന്നെ അറിയാം ഇവിടെ പല പദ്ധതികളും പൂട്ടിക്കെട്ടി പോവുകയാണ്, അന്യ സംസ്ഥാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അദ്ദേഹം ആ ഒരു രീതിയിലായിരുന്നില്ല പറയേണ്ടത്. അല്ലെങ്കിൽ ആ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പറയാമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, മറ്റൊരു രീതിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇത് വിസമ്മതിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പല ആളുകളും ഇന്റർവ്യൂ ഒന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങ് വിശ്വപൗരനല്ലേ, അപ്പൊ അങ്ങയുടെ പരാമർശം ഇങ്ങനെ മതിയോ എന്ന് ചോദിക്കും. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വപൗരനൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ്, സാധാരണക്കാരന്റെ ശബ്ദം ഇങ്ങനെ തന്നെയാണ് ഞാൻ പറയേണ്ടത്, ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾക്കായിട്ട് എല്ലാ നാഷണൽ പത്രങ്ങളാണെങ്കിലും അവർ ഡിമാൻഡബിൾ ആണ്. കാരണം ശശി തരൂരിന്റെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ ഇത് വായിക്കും. അല്ലെങ്കിൽ അതിനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആണെങ്കിലും ഹിന്ദുവിന്റെ ആണെങ്കിലും പേപ്പർ എക്സ്ട്രാ വിറ്റുപോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധാ പൗരന്റെ ഒരു വാക്കുകളൊന്നും അല്ല. അല്ലെങ്കിൽ ഒരു സാധാ പൗരൻ വന്നിട്ട് ഒരു അഭിപ്രായം പറയുന്ന പോലെയല്ല ശശി തരൂരിനെ ആൾക്കാർ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു മറ്റു പാർട്ടികൾക്ക് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ തീർച്ചയായും ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ അവരുടെ പോരായ്മകൾ കൂടി എടുത്തു പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു MP ആണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, രണ്ടാം പിണറായി സർക്കാരിന് ശേഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ നിലവിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പം ആ കാര്യങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു ചെറിയ വാക്കുകൊണ്ട് ആ ഒരു പാർട്ടിയെ പുകഴ്ത്തുമ്പോൾ അവരുടെ പ്രവർത്തകർക്കുണ്ടാക്കാൻ പോകുന്ന മനോവിഷമം വളരെ രീതിയിൽ വലുതായിരിക്കും. കാരണം അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസ് പാർട്ടിക്കുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിലനിൽക്കാനുമാണ്. അപ്പം സ്വന്തം പ്രവർത്തകരുടെ ഒരു മനോനില കൂടി അദ്ദേഹം നോക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും. കാരണം പല നേതാക്കളും പറയുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ താഴേക്കിടയിൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യാതൊരു പ്രവർത്തകരുടെയും ഫീലിംഗ്സിന് യാതൊരു വില കൊടുക്കാത്തൊരു നേതാവാണ് എന്ന് പറയും. അത് തീർച്ചയായിട്ടും സമ്മതിച്ച് കൊടുക്കേണ്ടി തന്നെ ഒരു ലേഖനം കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ട് അധികം സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പൊ അവരെല്ലാം പോസിറ്റീവായിട്ട് ഇവരിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു, അത് നല്ലതായിരുന്നു. പക്ഷെ അതിനൊരു നെഗറ്റീവ് വശങ്ങളുണ്ട്. ഇത്തരം ഒരുപാട് വ്യവസായങ്ങൾ വന്നപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയ കുറെ ജീവിതങ്ങളുണ്ട്. അതിനെ ഒന്നും പറയാതെ ഒരു ഇന്ത്യൻ എക്സ്പ്രസിനെ നമുക്കറിയാം, അത് നമ്മുടെ കേരളത്തിലേക്ക് മാത്രമല്ല, അത് എല്ലാ ഭാഗത്തേക്കും ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ബ്രാൻഡാണ്. അത് എല്ലാവരും എടുത്ത് വായിക്കും അദ്ദേഹത്തിന്റെ. അപ്പോ കേരളത്തിൽ ഇത്ര നല്ല പുരോഗമനമാണ് നടക്കുന്നതെന്ന രീതിയിൽ ഒരു വ്യാജ പരാമർശം പോലെ ആയിപ്പോയി. അല്ല, ഇതിനകത്തൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ ഇങ്ങനെയുള്ള പല വിവാദങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഈ വിവാദത്തിന്റെ അവസാനം ഈ നേതാക്കന്മാരെല്ലാം മറ്റു പാർട്ടിയിലേക്ക് പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതായത് ഒരു വിവാദം ഉണ്ടാക്കി വെക്കുന്നു, അതിനുശേഷം അവർ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു. ഇപ്പോൾ CPM ആവാം, BJP ആവാം, ആ പാർട്ടിയിലേക്ക് പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള ചർച്ച ശശി തരൂര് ഇനി CPM-ലേക്കാണോ BJP-യിലേക്കാണോ, അങ്ങനെയുള്ള പല ചർച്ചകളും ഉണ്ട്. കാരണം ഇവരെ രണ്ടുപേരും പൂഴ്ത്തിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വരുന്ന ചർച്ച എന്ന് പറയുന്നത് ഇനി അദ്ദേഹം പാർട്ടി മാറി പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാതിരിക്കാൻ അദ്ദേഹം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. CPM ആണെങ്കിലും BJP ആണെങ്കിലും ശശി തരൂർ എന്ന് പറയുന്നത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇനി ഇവർ രണ്ടുപേർക്കും ഇപ്പോ അവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കും അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഒരിക്കലും ACC അങ്ങനെ ഒരു രീതിയിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അധികം സമ്മർദ്ദം അദ്ദേഹത്തിന് ചെലുത്തില്ല എന്ന് തന്നെയാണ്. കാരണം ബാക്കി ഏതൊരു പാർട്ടി ആണെങ്കിലും അദ്ദേഹത്തെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ കൂടുതലായിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ നേതൃത്വങ്ങളാണെങ്കിലും ഇതുവരെ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. അത് ബാക്കി പ്രതികരണങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ എന്താണ് ശശി തരൂരിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ, ഇനി അദ്ദേഹം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും.